എൻ്റെ പേര് നിതിക ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാർച്ച് 8 അതായത് വുമൻസ് ഡേ ആണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വുമൻസ് ഡേ. ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാൻ അടുത്ത് ഒരു 10-20 ദിവസത്തിന് മുന്നേ ഞാൻ പല്ലിന് കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് സംസാരിക്കുന്നതിൽ ഇപ്പോൾ ഉണ്ടത്രേ. ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ കുറേ റിക്കവറായിട്ട് വന്നു. ഇപ്പം എനിക്ക് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല. എന്നാലും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ തമ്മിലും അതുപോലെ തന്നെ ടൈറ്റിലെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണമെന്ന് കുറേ നാൾ മുന്നേ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, മാർച്ച് 8 വുമൻസ് ഡേ തന്നെയാണല്ലോ, അന്ന് സംസാരിക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്കാണിത്. അപ്പം എന്തായാലും ഇങ്ങനത്തെ ഈ ടോപ്പിക്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വൈ വുമൺ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, അതാണ് മെയിൻ ടോപ്പിക്കായിട്ട് പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വുമൺ ആയവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ചിലപ്പം ഇതല്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം, അത് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതും പറയാം. അപ്പം എനിക്ക് തോന്നിയിട്ടില്ലേ, അല്ലെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ. ഞാൻ പറയുന്നത് വെറുതെ വേറൊരാൾക്ക് കണ്ടിട്ടൊന്നുമല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ, അതായത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത സമയം എനിക്ക് വല്ലാണ്ട് മാറ്റമുണ്ടായ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏത് വുമൺ അല്ലെങ്കിൽ മെൻ ആണെങ്കിലും അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബിടെക്കാണ് പഠിച്ചത്. അപ്പോൾ ബിടെക്ക് പഠിച്ച് തീരുന്നത് വരെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും തന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ച ഒരാളാണ്. അത് കഴിഞ്ഞ് എനിക്ക് ബിടെക്ക് കഴിഞ്ഞ പാടെ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ജോലി കിട്ടിയ ഒരാളാണ്. അപ്പം അതിനുശേഷം ഞാൻ സ്വന്തമായി ഏൺ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു മാറ്റം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാം, എല്ലാവരും അത് അങ്ങനെ ആണ് പെണ്ണ് അങ്ങനൊരു വ്യത്യാസമില്ല, എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. കാരണം നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെയും പോകാനാവട്ടെ, എന്താണെങ്കിലും നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരാളോട്, അതായത് അത് നമ്മളെ ഹസ്ബൻഡ് ആവണം എന്നല്ല, നമ്മളെ അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണെങ്കിലും വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, അവരോട് നമുക്ക് ഏട്ടനാണെങ്കിലോ അല്ലെങ്കിൽ ചേച്ചി ആണെങ്കിലോ നമുക്ക് അവരോട് ചോദിക്കാൻ പാടില്ല. അതായത് എനിക്കൊരു 10 രൂപ തരുമോ അല്ലെങ്കിൽ എനിക്കൊരു 100 രൂപ തന്നാൽ എനിക്കത് വാങ്ങാമായിരുന്നു. നമ്മൾ ഏട്ടനോടോ അച്ഛനോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല, പക്ഷെ അവരോട് ചോദിക്കുന്നതിനേക്കാളും നമുക്ക് നമ്മളെ കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും നല്ലത്. അതായത് അത് നമുക്ക് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നും. എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്, എന്തുകൊണ്ട് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയത് കൊണ്ടാണെന്നില്ല ആ ഒരു ഫീലിംഗ് വരുമ്പോഴേ ഞാൻ ഈ പറയുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നമ്മളെ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന, അതൊരു സാധനം വാങ്ങുന്നതാവാം, ഒരു സ്ഥലത്ത് പോകുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം വാങ്ങുന്നതാവാം. അല്ലാതെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, നമ്മളെ അച്ഛനോ അമ്മക്കോ നമ്മളെ ഹസ്ബൻഡിനോ നാളെ നമ്മളെ മക്കൾക്കോ ആർക്കെങ്കിലും നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ സമ്പാദിച്ച ഒരു പൈസയിൽ നിന്ന് നമുക്ക് അതിൽ നിന്നൊരു പങ്കെടുത്തിട്ട് നമുക്ക് അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒരു വാല്യൂ, അല്ലെങ്കിൽ ആ ഒരു സെൽഫ്, നമ്മളെ തന്നെ സ്വന്തം പ്രൗഡാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റ് ഫീൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റുക. അതായത് നമ്മളെ കാര്യം വാങ്ങുന്നു എന്നതിലുപരി നമുക്ക് കിട്ടുന്നൊരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ട്. അതായത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് ജോലി ഇല്ലാത്ത സമയം, അതായത് എനിക്ക് ജോലി ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ പഠിക്കുന്ന സമയം നമുക്ക് ഒബ്വിയസ്ലി ജോലി ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഇപ്പം 4 വർഷമായി ഞാൻ ബിടെക്ക് കഴിഞ്ഞിട്ട് ആ 4 വർഷവും ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ജോലി ചെയ്യാതിരിക്കുന്ന ആളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ല, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും ഇതിലുണ്ട്. ഈ ജോലി ചെയ്യാൻ പറ്റാത്ത അവരെ സിറ്റുവേഷൻസ് കൊണ്ടാവാം, ചിലപ്പം അവർക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇൻവോൾവ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് പരിചയമില്ലാണ്ടാവും ഞാൻ പറയുന്നത്. അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരാളും അതുപോലെ തന്നെ
ജോലി ചെയ്യുന്ന ഒരാളും തമ്മിൽ പറയുന്ന ഒരു പോയിന്റിന് ആൾക്കാർ കൊടുക്കുന്ന ഒരു വാല്യൂ, അതായത് ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് പറയുന്നത് തന്നെ ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ കാണുന്ന രീതിയിലും നമ്മൾ സംസാരിക്കുന്ന രീതിയിലും നമുക്കൊരു ജോലി ചെയ്യുമ്പം ആൾക്കാരുമായി ഇടപഴകിയിട്ട് ഉണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് വ്യത്യാസമായിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ. ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓഫീസ് കൾച്ചർ, അങ്ങനെ അത് ഏത് ഓഫീസാണെങ്കിലും നമുക്ക് ആ ഒരു ആൾക്കാരുമായി ഇടപഴകുന്ന ഒരു രീതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ, അതിലൊക്കെ കുറച്ചൊരു വ്യത്യാസം കാണും. അപ്പം തന്നെയാണ് ഈ സോഷ്യൽ ആക്സെപ്റ്റൻസിൻ്റെ ഒന്നിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളോട് ആരെങ്കിലും നിങ്ങളിത് ചെയ്യോ അല്ലെങ്കിൽ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമുക്കത് പറയാൻ അയ്യോ എനിക്ക് പറ്റില്ല, നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടില്ല, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ ഇന്നൊരു വുമൻസ് ഡേയുടെ ആസ്പെക്റ്റിൽ പറയുന്ന സമയം ഞാൻ വുമണിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. എന്ന് വെച്ച് ആൺകുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഇതൊന്നും ബാധകമല്ല, അങ്ങനത്തെ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ഡേ അങ്ങനെ ഒരു ഇതായതുകൊണ്ടും നമുക്ക് ഇന്നും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വുമണിനെ കുറച്ചും കൂടി മെന്നിൻ്റെ അണ്ടറിലാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ആൾക്കാർ എത്ര നമ്മൾ മാറിയെന്ന് പറഞ്ഞാലും എന്നാലും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എങ്കിലും ഉണ്ട്. പക്ഷെ അതും കൂടി മാറി വരണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വേറൊരു ഓപ്ഷൻസ് അവരോട് ചോദിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ ഒരു പെൺകുട്ടി എനിക്കെന്ത് ചെയ്താൽ, ഞാൻ തന്നെ കുറേ പ്രഷർ കിട്ടും, എനിക്കെന്ത് ചെയ്താൽ, അപ്പം നമുക്ക് ജോലി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയും എനിക്കത് ചെയ്യാൻ പറ്റില്ല. അത് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എനിക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ റീസൺസ് കൊണ്ട് എനിക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ ഓപ്പണായി പറയാൻ പഠിക്കണം. ഈ ഞാൻ പറയുന്നത് ഈ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവുക. അതായത് ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യാൻ ഇന്നതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഭയങ്കര ഹാർഷായി പറയണമെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിൻ്റെ ഒരു രീതിയിൽ എല്ലാവരുമായിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് പറയാനും പറ്റണം. അതുപോലെ തന്നെ നമ്മൾ പൊതുവേ എനിക്ക് തോന്നുന്ന അധിക പെൺകുട്ടികളും ഇപ്പം അത് ഒരുപാട് മാറി, പക്ഷെ എന്നാൽ കൂടി ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിട്ടില്ല. ഞാൻ അടക്കം അങ്ങനെയുള്ള ഒരാളായിരുന്നു. അതായത് ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ എനിക്ക് ഒരുപാട് മാറി. എനിക്ക് തോന്നുന്നു ആ മാറ്റങ്ങളൊക്കെ വന്നത് എൻ്റെ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ എൻ്റെ ആ ഇമോഷണൽ ഗ്രോത്തും അങ്ങനത്തെ ആ ഒരു ഇത്രയും ഈ ഒരു 3-4 വർഷത്തെ ഗ്രോത്തിൽ വന്ന മാറ്റങ്ങളാണിത്. അതായത് ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിരുന്നു. ഒരാളോട് എനിക്ക് നോ പറയാം അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് അത്രയും കാര്യങ്ങളിൽ ഞാൻ ഓൾറെഡി പാക്ഡ് ആയിരിക്കും. പക്ഷെ എനിക്ക് ചിലപ്പോൾ അവരോട് എനിക്ക് ചെയ്യാൻ പറ്റൂല പറഞ്ഞാൽ അവർക്ക് എന്ത് ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ പറയാതിരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ പിന്നെയും പോകെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല, ഞാൻ പിന്നൊരു ദിവസം ചെയ്യാം എന്ന രീതിയിലൊക്കെ അതിനെ മാറ്റി അതായത് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ച് പ്രത്യേകിച്ചൊരു ഹൗസ് വൈഫ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ജീവിക്കുന്ന ഒരാൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവിടെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഈ നമുക്കൊരു ഫിനാൻഷ്യലി നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം കുറച്ചും കൂടി നല്ലൊരു ഒപ്പീനിയൻ പറയാനും അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാനും പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യങ്ങൾ ഞാനും എൻ്റെ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാനും വലിയ മോഡേൺ ഫാമിലിയിലൊന്നും വളർന്ന ഒരാളല്ല, സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്ന ഒരാൾ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ വളരുന്ന സ്റ്റേജസിൽ ഞാൻ കേട്ടിട്ടുണ്ട് മര്യാദയ്ക്ക് പഠിച്ച, അത് എന്നോട് അധികം പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, അല്ലാതെ ആൾക്കാരോട് പറയുന്നതും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കോൺവെർസേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിലും. എൻ്റെ ആ ഒരു ഇപ്പം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, കാരണം വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ നാട്ടിൽ നിൽക്കാത്തതുകൊണ്ടാകും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാകുമെന്നും അറിയില്ല. പക്ഷെ നമ്മൾ ആ പഠിക്കുന്ന കാലത്ത് ഇപ്പം നമ്മൾ പഠിക്കുന്നില്ലല്ലോ, പക്ഷെ ആ പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും പഠിച്ചിട്ടെങ്കിൽ 18 അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് നീ പഠിക്കുന്നില്ലെങ്കിൽ 18 വയസ്സാകുമ്പോൾ നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. എനിക്ക് എപ്പോഴും വലിയ സംശയമാണ്. ഞാനിപ്പം അതിനെ പറ്റിയിട്ട് എൻ്റെ ഏച്ചിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ടാണ് പെൺകുട്ടികളോട് അങ്ങനെ ഓപ്ഷൻ കൊടുക്കുക? ഞാൻ ഇത് കേട്ടതെല്ലാം ഒരു പെൺകുട്ടീനോട് പറയുന്നതാണ്. അതായത് നീ നന്നായിട്ട് പഠിക്കുന്നില്ലേ, പെട്ടെന്നൊരു 18 വയസ്സാവട്ടെ, നിന്നെ ആരെങ്കിലും ഒരു കൂലിപ്പണിക്കാരനെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നിന്നെ കല്യാണം കേൾപ്പിക്കും, ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഡയലോഗ് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ചിലപ്പം ചില സിനിമകളിലും എല്ലാം നിങ്ങളും കേട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.
എനിക്ക് അന്നും ഇന്നും എനിക്ക് തോന്നുന്ന ഡയലോഗ് ഉണ്ടെങ്കിൽ ഇനിയും ഉണ്ടാകുന്ന സംശയമാണ്, എന്തുകൊണ്ടാണ് പെൺകുട്ടിക്ക് മാത്രം അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്? നീ പഠിക്കുന്നില്ലെങ്കിൽ നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നു, എന്തുകൊണ്ടാണ് പെൺകുട്ടികളോട് പറയുന്നത്? ഞാൻ ഇതുവരെ ആ ഒരു ഡയലോഗ് ഒരു ആൺകുട്ടീനോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതായത് നീ മര്യാദയ്ക്ക് പഠിച്ചിട്ടേ നിന്നെ പിടിച്ച് വേറൊരു പെണ്ണിനെ കല്യാണം, ജോലിയിലൊരു പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കുന്നു പറയുന്നുണ്ടാ? ഇല്ല, എൻ്റെ ഇടയിൽ ഇല്ല, ഞാനത് കേട്ടിട്ടേ ഇല്ല. അപ്പം നമ്മൾ എന്തിനാ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുന്നത്? അതായത് നീ പഠിക്കുന്നില്ല, നിനക്ക് നിന്റെ കാര്യം നോക്കാൻ കഴിയുന്നില്ലേ, നിന്നെ വേഗം പിടിച്ച് കല്യാണം കഴിപ്പിക്കും, അങ്ങനെയല്ലല്ലോ വേണ്ടേ? നിനക്കിനി പഠിക്കാൻ കഴിവില്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അതായത് നിനക്കിനി പഠിക്കാൻ കഴിവില്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരാൾക്കും ഒരു സ്കില്ലും ഇല്ലാണ്ട് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് പഠിക്കാൻ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും, അതല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. എല്ലാവർക്കും ഒരേപോലെ എന്താ നല്ല മാർക്കിൽ പഠിച്ച് അല്ലെങ്കിൽ പാസ്സാവാനോ അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് ഒരാൾക്ക് ഉണ്ടാവാണ്ടിരിക്കില്ല എന്നാണ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത്. കാരണം ഒന്നുകിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിൽ സ്കിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗാർഡനിങ് സ്കിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നന്നായിട്ട് റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവും. അതായത് പഠിക്കുന്ന കാര്യം എഴുതാൻ പറ്റുന്നില്ലെങ്കിലും നമുക്കിങ്ങനെ കലാപരമായിട്ട് കഴിവില്ല, ഡാൻസ്, പാട്ട്, ചിത്രരചന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ എഴുത്ത്, കഥ, കവിത, അങ്ങനെ എഴുതാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നുമായിരിക്കും, എനിക്കും ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എനിക്കെന്തപ്പോൾ ഒരു കഴിവില്ലാത്ത ചില ആൾക്കാരെ കാണുമ്പോൾ അവർ പാട്ട് പാടുമ്പോൾ അവർ ഡാൻസ് കളിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര എക്സലായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ അയ്യോ നമുക്കൊരു കഴിവില്ലല്ലോ നമ്മൾ സ്വയം വിചാരിക്കുന്നതാണ്, അല്ലാതെ നമുക്കൊരു കഴിവില്ലാതെ ഇരിക്കൂല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം കാലം കഴിയുമ്പോൾ എനിക്കതിൽ ചെറുതായൊരു കഴിവുണ്ട്, ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എനിക്ക് തന്നെ ഫീൽ ചെയ്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, അതായത് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യത്തിലും കഴിവില്ല എന്നൊന്നും തോന്നേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടാവും, നമ്മളത് കണ്ടെത്താം, അതിനെ നമ്മൾ നന്നായിട്ട് സ്കില്ല് ചെയ്യുക, അതിൽ എന്ത് ചെയ്യുക, ആ സ്കില്ല് വെച്ച് നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പം പിന്നെ ചില ആൾക്കാരെ സിറ്റുവേഷൻ കാരണം ചിലപ്പം ചെറിയ കുട്ടി ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലെ, നമുക്ക് എല്ലാ വീട്ടിലും ഒരേപോലത്തെ സിറ്റുവേഷൻസ് ആയിരിക്കില്ല, ഓരോ ആൾക്കും പലതരം സിറ്റുവേഷൻസ് ആയിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും അവരവരുടെ ജോലി അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേക്കിൽ ഇങ്ങനെ പോകുന്നുണ്ടാവാം. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് വൈഫായി ഇരിക്കുന്നതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ അയ്യോ ജോലിക്ക് പോകണം, എല്ലാവരും ജോലിക്ക് പോകാൻ പറയുന്നത്, അങ്ങനെ ഞാൻ പ്രഷറൈസ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരുടെ സിറ്റുവേഷൻസും ഒരേപോലെ ആയിരിക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹൗസ് വൈഫ് ആവാൻ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയി ഇരിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമോ അല്ലെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. ഞാനിപ്പം വീട്ടിലെ കാര്യം നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഫുൾ ടൈം ഒരു വീട്ടിലിരിക്കുന്ന ആൾക്ക് ഒരു പണിയില്ലാത്ത ഒരാളല്ല. പൊതുവെ ആൾക്കാർക്കുള്ളൊരു ധാരണയാണ്, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ട് പൊതുവെ, ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ മൊത്തം ആൾക്കാരെയല്ല ഞാനത് സൂചിപ്പിക്കുന്നത്, ചില ആൾക്കാർക്ക് ഒരു മൈനോറിറ്റി ആൾക്കാർക്കെങ്കിലും ഒരു വിചാരമുണ്ട് വീട്ടിലിരിക്കല്ല, ഇനി അത്ര വലിയ സ്ട്രെസ്സില്ലാത്ത ജോലിയല്ലേ, ഞാനല്ലേ പുറത്ത് പോയി ജോലി ചെയ്ത് വരുന്നത്, എനിക്കല്ലേ ഭയങ്കര സ്ട്രെസ്, നിനക്കെന്താ ഇവിടെ പണിയില്ലേ, നിനക്കെന്താ ഇവിടെ എൻ്റെ മാത്രം സ്ട്രെസ്സിൽ എന്ത് ജോലിയാണ് ഇല്ലതെന്ന് ചോദിക്കുന്ന ചില ഭർത്താക്കന്മാർ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. എങ്ങനെയാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്? കാരണം ഒരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് അത്രയും ഈസി ആയിട്ടുള്ളൊരു കാര്യം അല്ലേ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടികളോ ഉണ്ടെങ്കിൽ ഒരു ഹൗസ് വൈഫിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ 2 കുട്ടികളും ടോട്ടലി ആ പറയുന്ന ആ ഒരു വുമണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ 2 ആളെ കാര്യങ്ങൾ, ചെറിയ കുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി ആ 2 ആളെ കാര്യം മൊത്തമായിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ വീട്ടിലെ കാര്യം എന്തൊക്കെ ചെയ്യാണ്ട്, അടിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കേണ്ടി വരും, ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പം അവരെ എന്തോ നിങ്ങൾ വലിയ സ്ട്രെസ് ഇല്ലാത്തൊരു ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയെ പറ്റിയിട്ട് എന്താ അറിയാം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ്. അതായത് അങ്ങനെ ചെയ്യാനേ പാടില്ല. അവരുടെ ജോലിയിൽ അവരുടേതായ സ്ട്രെസ് ഉണ്ട്. അതുപോലെ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫിനാണെങ്കിൽ അവർക്കും അവരുടെ സ്ട്രെസ് ഉണ്ടാവും. അല്ലാതെ നമുക്ക് ഞാൻ ഇത്ര സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ഒരാളാണ്, നിനക്കെന്താ ഇവിടെ പണി, അല്ലെങ്കിൽ നിനക്കെന്താ എൻ്റെ മാത്രം സ്ട്രെസ് ഉള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 90കളിൽ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അന്നേരം തന്നെ ചോദിക്കാൻ പാടില്ല. പക്ഷെ അന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ ലെവലും വെച്ച് നോക്കുന്ന സമയം അന്ന് ആൾക്കാരത് അന്ന് ആൾക്കാർ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ 2025 ആക്ച്വലി ജീവിക്കുന്നത്. അപ്പം അന്നേരം ആ ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്തതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോ നിങ്ങൾ എന്തെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്, ഒരാൾ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ. അപ്പം അങ്ങനത്തെ ഒന്നും സിറ്റുവേഷൻസ് ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൂടെയൊക്കെ പോകുന്ന ആൾക്കാരെ വിഷമം എത്രത്തോളമാണെന്ന് നമുക്ക് പറയാൻ ഈസി ആയിരിക്കും. നിങ്ങളത് വിഷമിക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സമയം വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമോഷണൽ ടോർച്ചറിലേക്കൂടെയെല്ലാം ഏത് തരം, അതായത് ഇങ്ങനെ ജോലിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല, എന്ത് തരം കാര്യങ്ങളിലേക്കൂടിയും ഒരാളെ ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന സമയം നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കൂടി പോകുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ ആക്ച്വലി എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെൺകുട്ടിക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും, നീ കല്യാണം, അതായത് നീ മര്യാദയ്ക്ക് പഠിക്കുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിപ്പിക്കും. അതേപോലെ എനിക്ക് തോന്നിയത് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതായത് ഒരു ബാങ്കിങ് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ഇപ്പോൾ കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനടക്കം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിനക്ക് നിൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടി നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവണം. അത് എന്ത് ജോലിയാണ്, എത്ര ചെറിയ ജോലിയാണെങ്കിലും നീ ജോലി എടുക്കണം, അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിൻ്റെ ജോലിയുടെ കാര്യം മാത്രമല്ല നിനക്ക് നിൻ്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ പറ്റണം. അപ്പം ആ സമയത്ത് തന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയും, ബാങ്കിൽ പോകണം, നീ ഒറ്റയ്ക്ക് പോയിക്കോ, നീ എത്ര ഞാൻ ഇപ്പോൾ അയ്യോ എനിക്ക് ബാങ്കിൽ പോയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ എൻ്റെ അമ്മ ചോദിക്കുന്ന ചോദ്യം, എന്നാൽ പിന്നെ നാട്ടുകാരെ മൊത്തം കൂട്ടിയിട്ട് പോകും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുക, ആ കാര്യങ്ങൾ ചെയ്തു വരാൻ അറിയണ്ടേ, അങ്ങനെ എത്ര വയസ്സായി, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എൻ്റെ അടുത്ത് ചോദിക്കുക. അല്ലാണ്ട് നീ ഒരു പെൺകുട്ടിയിലെ ആൺകുട്ടിയിലേയും ചോദിച്ചു വളർത്തിയിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്, ഒരു ബാങ്കിൽ പോയി കാര്യങ്ങൾ ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു സ്റ്റോക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്ത് കാര്യത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിലും കുറച്ചും കൂടി അറിവ് കൂടുതലുള്ളത് അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് തന്നെ സെർച്ച് ചെയ്ത് നമുക്ക് തന്നെ അതിൽ ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ, അതായത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ChatGPT-നോട് ചോദിച്ചാൽ മതി. എന്ത് കാര്യം ചോദിച്ചാലും നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാൻ നമ്മൾ അത്രയും ഇൻഫോർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ തന്നെയാണ് അത് അപ്സ്കിൽ ചെയ്യേണ്ടത്. എന്നാൽ കൂടി അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് അറിയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും ആൺകുട്ടിയെ കാണുന്നത്. അപ്പോൾ അതിലും ഒരു മാറ്റം വരണമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് നമുക്കൊരു ചെറിയൊരു പ്രൗഡ് ഫീലിംഗാണ് വരേണ്ടത്. അല്ലാതെ അതിൽ ഭയങ്കര അഹങ്കരിക്കാനൊന്നും പാടില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തത്, ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം ആവാനായി. അപ്പം എനിക്ക് ഈ 2 വർഷത്തെ ചെറിയൊരു കാലയളവിൽ വെച്ച് നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് എന്ത് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബിറ്റ്വീൻ കപ്പിൾസ്. അതായത് അവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പൈസ ഡീൽ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാനിങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതെന്നല്ല, അവർ തമ്മിലൊരു ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി വേണമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ്, അതായത് ഇങ്ങനെ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി വേണമെന്ന് വെച്ചാൽ ഞാൻ ഇന്നത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് എല്ലാം എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നത് എന്നല്ലാതെ നമ്മളെ ഹസ്ബൻഡ്സിനെയും കൂടി അറിയിക്കുന്നത് കുറച്ചും കൂടി ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി എപ്പം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും, പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവ് ഏതെങ്കിലും രീതിയിൽ അത് അറിയിക്കും, ഞാൻ ഇന്നതുപോലെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര പൈസ എൻ്റെ കയ്യിലുണ്ട്. അതായത് നമ്മളെ സ്വന്തം കാര്യം, ഇപ്പം ഞാൻ പറയുന്നത് നമ്മളൊരു വുമൺ എന്ന രീതിയിൽ നമ്മളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ്. പക്ഷെ അത് കൂടാതെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു മാരേജിൽ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഗോൾസ് ഉണ്ടാവും, പേഴ്സണൽ ഗോൾസ് എന്തായാലും 2 പേർക്കും ഉണ്ടാവും. അതുപോലെ തന്നെയുള്ള ഒരു കാര്യം നമുക്കൊരു 2 കൂടി ഉണ്ടാവുന്ന ഒരു ഗോൾസ്, അതായത് നമുക്കൊരു വീട് വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കാർ വാങ്ങാം, അങ്ങനെയുള്ള ഒരു ടുഗെദർ ആയിട്ടുള്ള കുറച്ച് പ്ലാൻസും കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഇമോഷൻസിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ട് വളർന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് എന്നീ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നാലും ചെറിയൊരു 50% ആൾക്കാർക്ക് എങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ജോലി, എനിക്ക് എൻ്റെ കാര്യങ്ങളല്ലേ പറയാൻ പറ്റും,
ആയിക്കോട്ടെ, എനിക്ക് ജോലി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനെ, ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിലേക്കാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ അച്ഛന് റീസണായിട്ട് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഏച്ചിക്കോ എൻ്റെ ഏച്ചിൻ്റെ കുട്ടിയൊക്കെ ആർക്ക് വേണമെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ, അത് മേ ബി ഫിനാൻഷ്യലി ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അവരെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാവാം, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇമോഷണലി കുറച്ചും കൂടി ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ കൂടി ഞാൻ അതിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കുറച്ചും കൂടി ഇമോഷണലി സ്ട്രോങ് ആയതുകൊണ്ട് ഒക്കെയാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മളൊരു ഇമോഷണൽ വെൽബീയിങ്ങിനെ പറ്റി കുറച്ചും കൂടി സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു. അതായത് വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വുമൺ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ആയോ എന്ന് ചോദിച്ചാൽ അല്ല. അതുകൂടാതെ നമ്മൾ ഇമോഷണലി, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇമോഷണലി നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആവണം, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളോടൊരു സ്നേഹം തോന്നുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊരു ഫീലിംഗ് ഓഫ് നൈസ്, അല്ലെ നല്ലതാണ്, അല്ലെങ്കിൽ നല്ല സുഖമുണ്ട്, നമുക്ക് തന്നെ ഒരു സ്വയം ഫീലിംഗ് ഓഫ് ഗുഡ് ഫീലിംഗ് ഉണ്ടാവുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ വേണം എന്നാണ് ഞാൻ ഇന്നത്തെ ഒരു വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതായത് ജസ്റ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക മാത്രമല്ല, നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡ്രൈവിംഗ് അറിയാമെന്നുള്ളത്. അതായത് ഞാൻ ഇപ്പോഴും 4 വീലർ അങ്ങനെ ഭയങ്കര സ്മൂത്തായി ഓടിക്കുന്ന ഒരാളല്ല, എന്നാൽ കൂടി പഠിക്കണം എന്നുണ്ട്. എന്തായാലും ഈ വർഷത്തെ ഏറ്റവും വലിയൊരു എൻ്റെ ആഗ്രഹമാണ് ഇപ്രാവശ്യം, ഈ വർഷം എന്തായാലും 4 വീലർ ഭയങ്കര നന്നായിട്ട് ഓടിക്കാൻ പറ്റണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാം 4 വീലർ അറിയില്ലെങ്കിലും എന്തായാലും 2 ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടാവുക. നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യുക, അതായത് അച്ഛൻ എന്നെ അവിടെ കൊണ്ടാക്കും അല്ലെങ്കിൽ ഏട്ടാ എന്നെ അവിടെ കൊണ്ടാക്കും എന്ന് പറയുന്നതിന് പകരം എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്, ഞാൻ വണ്ടി എടുക്കുന്നു, എൻ്റെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നു, പോകുന്നു, അല്ലെങ്കിൽ വണ്ടി വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ കാര്യം ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൈസ ഉണ്ടാവുക എന്നതുപോലെ തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കെൽപ്പുണ്ട്, നമുക്കൊരു ആ ഒരു കാര്യം ഉണ്ട്. അതിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഡ്രൈവിംഗ് അറിയാമെന്നുള്ളത്. അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ എന്തായാലും ഈ വർഷം നിങ്ങളൊരു റെസൊല്യൂഷൻ പോലെ ഈ വർഷം ഞാൻ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ എങ്കിലും ഓടിക്കാൻ പഠിക്കും എന്നുള്ളത് തീരുമാനിക്കുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. അതൊരിക്കലും ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്തൊരു ഡിസിഷൻ ആയിരിക്കും എന്ന് എനിക്ക് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് ചിലപ്പം സെൽഫ് കെയർ ആവാം. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ ഒരു പാർലറിൽ പോയിട്ട് ഒരു പെഡിക്യൂറോ അല്ലെങ്കിൽ ഒരു ഹെയർ സ്പാ ചെയ്യും. എനിക്ക് ഭയങ്കര സുഖം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാര്യം ചെയ്യാൻ വേണ്ടി. കാരണം എനിക്ക് തന്നെ തോന്നും ഞാൻ എനിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നുണ്ട്, അതായത് ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം, ഒരു വേറെ ഒരു ഹാപ്പിനെസ് എനിക്കപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരാളാണെങ്കിൽ എന്തായാലും ചെയ്യണം. അതൊരു വുമൺ മെൻ അങ്ങനെയൊന്നുമില്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അതായത് വുമണിന് സ്പെഷ്യലായിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വുമണിനെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഈ പറയുന്ന സെൽഫ് കെയർ ആണെങ്കിലും എല്ലാവരും ചെയ്യേണ്ടതാണ്. അതായത് ഒരു മാസത്തിൽ ഒരിക്കൽ, ഞാൻ പറയുന്നില്ല എപ്പോഴും എല്ലാവർക്കും പാർലറിലൊന്നും പോയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കും എല്ലാ സമയമൊന്നും പറ്റില്ല, അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യും. അതാ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും എല്ലാ സമയം എല്ലാ സിറ്റുവേഷൻസും റെഡി ആവണമെന്നില്ല. അപ്പം എല്ലാ സമയവും പാർലറിൽ പോകണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങനത്തെ സാധനങ്ങൾ അലർജി ആയിരിക്കും. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യണമെന്ന് തോന്നിയ എന്തെങ്കിലും കാര്യം, ചിലപ്പോൾ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് ഇട്ടിട്ടോ നമ്മളെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ചെയ്യേണ്ടി വരില്ല, നല്ല ചൂട് വെള്ളത്തിൽ നല്ലൊരു വിശാലമായ ഒരു കുളിച്ചാൽ തന്നെ ചില ആൾക്കാർക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. എനിക്കങ്ങനെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്കിപ്പോൾ ജോലിയിലുള്ള സമയം ഒരാഴ്ച ഭയങ്കര തിരക്ക്, ഭയങ്കര ജോലിയും തിരക്കിലാണ്, ചിലപ്പോൾ ആ വീക്കെൻഡ് ഞാൻ നല്ലൊരു ഹോട്ട് ഷവർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയി തോന്നും. ചിലപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ചിലപ്പോൾ ഒരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചു വരാൻ തോന്നും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ചെയ്യാം. അതായത് നിങ്ങൾക്കിപ്പോൾ ചെറിയ ആഗ്രഹങ്ങൾ, അതായത് ഒന്ന് മുടി കളർ ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് പോയി ഒരു ഭക്ഷണം കഴിച്ചിട്ട് വരണം, ഒരു ബിരിയാണി കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കുറേ ചിന്തിക്കാൻ പാടില്ല, അയ്യോ ഞാൻ മുടി കളർ ചെയ്യണോ, അല്ലെങ്കിൽ ഞാനിത് പോയി ഇപ്പോൾ കഴിക്കണോ, ആൾക്കാർ എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ
ബുദ്ധിമുട്ടിക്കാതെ, അതായത് മറ്റൊരാളെ, നമ്മളെ അല്ലാതെ മറ്റൊരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും കാര്യം, ചെറിയൊരു കാര്യം, ഈ പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചു വരുന്നെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യുക. അതിൽ പിന്നെ കുറേ ചിന്തിക്കാനൊന്നുമില്ല, അയ്യോ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആൾക്കാരെന്തെങ്കിലും വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോയി വരാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോവുക, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ പോവുക, കാണുക, വരിക. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് നമുക്ക് മാത്രമേ അത് മനസ്സിലാവൂ. വേറൊരാൾക്കത് പറഞ്ഞ് അവർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ ചെറിയ സന്തോഷം അല്ലെങ്കിൽ വലിയ സന്തോഷം എത്രയായിക്കോട്ടെ, എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് പോവുക, ചെയ്യുക, വരിക. അത്ര എനിക്ക് പറയാനില്ല. നമ്മൾ പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മളെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും, അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ സമയത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പം എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ എല്ലാവരോടും പറയാനില്ല ഒരു കാര്യം, ഈ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാം, നമ്മളെ സന്തോഷിപ്പിക്കുക. നമുക്ക് സന്തോഷം തോന്നുന്ന എന്ത് കാര്യമാണ്, ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് പോയി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്മൾ കൃത്യമായി സെൽഫ് കെയർ ചെയ്യുക. നമ്മളെപ്പോഴും ഇങ്ങനെ പീപ്പിൾ പ്ലീസർ ആയിട്ട് നിൽക്കാതെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. നോ പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ഡ്രൈവിംഗ് എന്തായാലും പഠിക്കുക. നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരൊന്നിച്ചുള്ള ക്വാളിറ്റി ടൈം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ഹാപ്പിയാക്കി വെക്കുക. നമ്മളെ ഹാപ്പിനെസ് വേറൊരാളെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത്. അതായത് അവരത് ചെയ്തു അതുകൊണ്ട് ഞാൻ വിഷമിച്ചു, അല്ലെങ്കിൽ അവരത് ചെയ്തില്ല അതുകൊണ്ടാണ് എനിക്ക് സങ്കടം ഉണ്ടായത് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെ സന്തോഷം അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മളത് മാത്രമാണ്, നമ്മൾ മാത്രമായിരിക്കണം അത് ഡീൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മൾ മാത്രമായിരിക്കണം അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.